കാലമായി മന്തി കഴിക്കണം എന്ന് പൂതി വെക്കണം. അത് ഇവിടുത്തെ മന്തി, മെഹദീത്തെ മന്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നാണ് ഭയങ്കര ടൈം കിട്ടിയത്. നോമ്പും കാര്യമൊക്കെ ആയിട്ട് ടൈം കിട്ടില്ല. പിന്നെ ഇപ്പം നാട്ടിൽ പോകാനായി 1-ാം തീയതി നാട്ടിൽ പോകും ഗൈസ്. അങ്ങനെ ഉമ്മാനോട് ഞാൻ വിട പറയുകയാണ്. സോ നമുക്ക് ഫിറ്റ് ചെയ്യാം. ജീസ് എടുക്കട്ടെ നല്ല മന്തി കഴിക്കാൻ പോവാ. മന്തി ഞങ്ങളൊക്കെ നൈതി മന്തിൻ്റെ ഫാൻസാണ് ഗൈസ്. ഇവിടുത്തെ വെയിലിൻ്റെ കടുപ്പം കണ്ടില്ലേ, നല്ല ചൂടാണ് മക്കളെ. ഈ വണ്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറിയിരിക്കാം, ടാസ്ക്. അപ്പം നമ്മൾ മന്തി ഷോപ്പിലെത്തി. പക്ഷെ ഇവിടെ നല്ല തിരക്കാണ്, കുറേ ആൾക്കാർ പുറത്ത് വെയിറ്റിംഗ് ആണ്. എന്നാൽ ടേബിൾ കാലിയില്ല. നമുക്ക് പോയി ഓർഡർ ചെയ്തിട്ട് വണ്ടി പോയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ നമുക്കുള്ള റൂം കിട്ടി. കൈ കഴുകാൻ എനിക്കറിയാം, ഞാൻ വീഡിയോ എടുക്കല്ലേ. നമ്മൾ കൈ കഴുകലൊക്കെ കഴിഞ്ഞു ഗൈസ്. കൈ കഴുകിയിട്ടില്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കണം. ഷവായ ഷവായ അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമുക്ക് കുറച്ച് സൂപ്പ് അവർ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. ഓക്കെ, നല്ല വെള്ളം പോലത്തെ സൂപ്പ്, കഷ്ണം ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച പോലെയല്ല ഗൈസ്, വെള്ളം പോലെ ആണെങ്കിലും കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓർഡർ ചെയ്തത് അതാണ്. കഴിച്ചു നോക്കിയിട്ട് അപ്പോൾ അഭിപ്രായം പറയാം. ഫിഷ് ആൻഡ് റൈസ് നല്ല ജ്യൂസിയാണ്. കാവ കൊടുക്കാണ് ഗായ്സ്. ആക്ച്വലി കാവല്ല ഞാൻ എടുത്തത്, ലൈറ്റാണ്. പൊട്ടിത്തരം പറ്റിയാണെങ്കിലും എടുത്തത് നന്നായി. കാവ രസമില്ല പറഞ്ഞവരൊക്കെ, പക്ഷെ ലൈറ്റ് നല്ല രസമുണ്ട്. ഗായ്സ് ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐക്ക ലുലു കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മളെ ലിപ്സ്റ്റിക്കൊക്കെ പോയിക്കുന്നത് കുറച്ചുള്ളൂ. പക്ഷെ പേടിക്കണ്ട, നമ്മളിപ്പോൾ മാളിലല്ലേ ഉള്ളത് അല്ലേ സഫാന? ഏതിലാണ് നമുക്ക് കയറേണ്ടത് അവിടെ പോയി നമ്മൾ സെലക്ട് ചെയ്യുന്നു, ട്രയലുള്ളത് നമ്മളോട് പോരുന്നു. നമ്മൾ ആദ്യം പോകുന്നത് ലിപ്സ്റ്റിക്ക് ഇടാനാണ്. എന്നിട്ട് നമുക്ക് ഐക്കിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഓക്കെ, മാക്കിൽ കയറാം അല്ലേ? ഇതിലേത് ഷെയ്ഡ് ട്രൈ ചെയ്യും? ദിസ് ഓർ ദിസ്?
ഇത് നോക്കല്ലേ, കുറച്ച് ന്യൂഡാണ് ഗായ്സ്. നമ്മൾ അതിട്ടില്ല കാരണം എനിക്കൊരു ഷെയ്ഡും ഇഷ്ടമായില്ല. അപ്പം നമ്മളിപ്പോൾ മാക്കിൽ വന്ന് നമുക്ക് മാക്കിലുള്ള നോക്കി നോക്കാം. സോ പൗഡേർഡ് കിസ് നല്ലൊരു ഷെയ്ഡാണ് മാക്കിൻ്റെ ഇട്ടിട്ടുള്ളത്. ഇവിടെ പുറത്ത് കുറെ കൗണ്ടറുകളുണ്ട് സ്പ്രേണ്ടത്. ഒരിടത്ത് കൂടി പോവാൻ വയ്യ. ഇന്നെ ചാമ്പി ഗായ്സിനെ കൊണ്ടൊന്ന് വാങ്ങിപ്പിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യാ? പക്ഷെ നല്ല സ്മെല്ലായതുകൊണ്ട് വാങ്ങണേനും. എനിക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പൊ കുഴപ്പമില്ല. നക്ഷത്രം നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോകാം ഗൈസ്. നമുക്ക് കുറച്ച് റിച്ച് ആയില്ല, അതൊക്കെ ഞാൻ കാണിക്കട്ടെ എല്ലാവരും. ശരിക്കും ഷോപ്പിങ്ങിന് പണം പിടിച്ച് വരുന്നതല്ലേ. ഇപ്പൊ കുറച്ച് ചൂടായിട്ട് എന്താ പറയാ, പണം കുറച്ച് ചൂടാവില്ല കേട്ടാലും വേണ്ടിയില്ല. നമ്മൾ പോക്കറ്റിൽ പൈസ ഇടും. പക്ഷെ ഈ നാറിണ്ടല്ലോ, ഇവിടെ വിശ്വസിച്ചിട്ട് ഞാൻ വന്നിട്ട് ഇന്നെ എത്ര പൈസ നമ്മൾ കൊണ്ടുപോയിന്നറിയാം. ഇവളാണ് ഞാൻ ലിപ്സ്റ്റിക്കിന്റെ കടയൊക്കെ എന്നെ ഇതിനൊക്കെ അതേ അടുത്ത ആൾക്കാരും വിളിക്കണ ഗായ്സ്. അവള് പോയി മണത്തോളൂ. എനിക്കിന് വയ്യ കണ്ടാ, അവളെ കുറ്റി എടുക്ക ഇറങ്ങാൻ വയ്യ. അവളെ ഉടായിപ്പാണ്, എന്റെ പൈസ ഫുള്ള് ചെയ്യാനായി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കയറുന്ന യോയോസോ മിനിസോന്റെ വേറെ ആൾക്കാരാണ്. ഒരു കമ്പനിക്കാരല്ല, പക്ഷെ അങ്ങനത്തെ ഒക്കെ ഒരു ഇത് ക്യൂട്ടായിട്ടുള്ള. ഓ ഇതാരാ, റൊണാൾഡോ ആണ്. മോശമായ വേറെ വന്നിട്ട് മിനിസാണ് ഒന്നും കൂടി ഭംഗി തോന്നും. ക്യൂട്ട്നെസ് ഓവർലോഡ്. ഇതും ക്യൂട്ടാണ്, ബട്ട് ഡ്രീം ബെഡ്റൂം ലുക്ക്. ഓ സഫാന, എന്റെ റൂം ഞാൻ കണ്ടെത്തി. എന്റെ റൂം എവിടെ? അവിടെ ഉണ്ടോ? ഓക്കെ എന്നാ നമുക്ക് ഇതാണ് എൻ്റെ. ഇതാണ് പിന്നെ എൻ്റെ ഇവിടുത്തെ ഡൈനിങ് ഹാള്. അല്ല, ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇരിക്കാനുള്ള റൂം. ഓഫീസ് റൂം ഇതാണ്. എല്ലാവർക്കും എൻ്റെ കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ വാഷ് ബേസിൻ. പിന്നെ ഇതിൻ്റെ മേഖല ഞാൻ എൻ്റെ ഒരുവിധം എന്താ പറയുക വെസൽസ് ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്ക് ക്യാമറ. ഇതാണ് എൻ്റെ ചോപ്പിംഗ് ബോർഡ്, എൻ്റെ കട്ടിംഗ് ബോർഡ്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തിട്ടൊക്കെ ചേർക്കാൻ ഇതിൽ പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം. ഓക്കെ, അത് പിന്നെ ഞാൻ ഒരു പ്ലാന്റ് ഇങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് നടണം, പുതിയൊരു പ്ലാന്റ് കണ്ടെത്തിയിട്ട് വേണം. പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത്, അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, പിന്നെ ഇനി ഇതൊക്കെ ഞാൻ തുറന്ന് കാണിക്കാം. കണ്ട, ഇതിനുള്ളിലാണ് ഞാൻ മസാലപ്പൊടികൾ ഒക്കെ വെക്കുന്നത്. അതില്ല. പിന്നെ ഇതിൻ്റെ മേലെയാണ് സീസണിങ് കാര്യങ്ങളൊക്കെ വെക്കുന്നതും ഒക്കെ ഇതിലാണ്. ഓക്കെ, പിന്നെ ഈ അറൻ്റെ ഉള്ളിൽ തന്നെ കോഫി പൗഡർ, പിന്നെ എന്താ പറയുക ഗ്രെയിൻസ് കാര്യങ്ങൾ ഒക്കെ വെക്കല് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ പിന്നെ പ്ലേറ്റ് കാര്യങ്ങൾ ട്രേ ഒക്കെ വെക്കാനാണ് ഈ ഫുള്ള് സൈഡ്. ഈ ഏരിയക്ക് വന്നു കഴിഞ്ഞാലും കുറേ സ്റ്റോറേജ് തന്നെയാണ്. അയ്യോ, അത് തുറക്കാൻ കിട്ടില്ല, ഞാൻ പൂട്ടിയിട്ട്. ഇത് കണ്ടോ, നമുക്കിത് ഇങ്ങനെ കണ്ട് തുറക്കാനൊക്കെ പറ്റും. കണ്ടോ, കുറേ സ്പേഷ്യസ് ആണ്. കണ്ടോ, ഇതിങ്ങനെ കണ്ട് വലിക്കാം. പിന്നെ ഈ ഏരിയയിലാണ് ഞാൻ വാഷിംഗ് മെഷീനൊക്കെ ഇട്ടുന്നത്. ഓട്ടോമാറ്റിക് ആണ്. പിന്നെ അതിൻ്റെ കുറേ സാധനം അല്ലറ ചില്ലറ സാധനങ്ങൾ. ഇവിടെ പിന്നെ അങ്ങനെ ഒരു മിററുണ്ട്. ഓക്കെ, കുറച്ച് ഓവറാവണ്ടല്ലേ, ഇനി മതി. അയക്കേ കിടന്ന് നമ്മൾ കറങ്ങിത്തിരുന്നതിന് നമ്മൾ എവിടേക്കൊക്കെ പോകും. ഗൈസ്, കിച്ചണൊക്കെ കണ്ടില്ലേ, വാട്ട് ആൻ എസ്തെറ്റിക് ലുക്ക്. അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ അടുത്ത റൂമൊക്കെ പോകുന്നത്. അയ്യോ, ഇവിടെ ഡോറൊന്നുമില്ല. ബാത്റൂം ഫുൾ ഓപ്പൺ ഓഫാണ്. എൻ്റെ ഹോള് ഓഫീസ് റൂം അല്ലത്. എൻ്റെ വീട്ടിലത്തെ ഓഫീസ് റൂമാണ്. വേണ്ട, കേക്കൊന്നും വേണ്ട. ഇതിൻ്റെ പുതിയ പ്രോപ്പർട്ടിത്തെ ഓഫീസ് റൂം കാണിച്ചരവായോ. ഏതെടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. എല്ലാം ഇഷ്ടമാണ്ട് എല്ലാം വീടിൻ്റെ ഉള്ളിൽ വെക്കാം. ഓക്കെ, നിങ്ങൾ പൈസ കാര്യങ്ങൾ തന്നാൽ മതി. പിന്നെ വീട്ടിൽ തന്നെ ഒരു ഗാർഡനെ മുക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിയാതാക്കും അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെടിയൊക്കെ അങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഗാർഡന്. മോളെ, ഈ നനക്കണേ എന്നാലും നനച്ചണങ്ങൾ ഇന്നും നനക്കലില്ല. ഇല്ല, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങൂല. മെയിൻ ആവണ്ട. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോ? നമ്മളിപ്പോ ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ടുള്ളല്ലോ. ഇനിയിപ്പോ തന്നെ വേണ്ട. ഈ ഒരു റൂമും നല്ല ഇൻട്രസ്റ്റിംഗ് ലുക്ക് ആയിട്ടാണുള്ളത്. കണ്ടോ, ആ കർട്ടൻസും
ചെയറും ആ ഒരു കളർ കോമ്പോ തീം തന്നെ നല്ല ഭംഗിയില്ലേ. ഇതിനേക്കായി എനിക്കൊന്നും കൂടി ഇഷ്ടമായത് ആ തീമാണ്. എൻ്റെ കിഡ്സ് റൂം ഇതാണ്. എൻ്റെ കിഡ്സ് ഇരുന്ന് പഠിക്കണുണ്ടല്ലേ. ബാക്കിയുള്ള 3 പെണ്ണുങ്ങൾ പഠിക്കണം എന്നുള്ളൊരു ചിന്തയില്ല. എൻ്റെ മോന് കണ്ടില്ലേ, മോനക്ക് പഠിക്കണം എന്നുള്ളൊരു കാര്യബോധം ഉണ്ട്. മോള് കണ്ടില്ലേ ഇന്ന് കളിക്കണത്. ഇവിടെ ഇന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇന്നെ കൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കണ്ട. ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് ഇവിടെ ഇരുന്ന് കഴിക്കാം. പാൽപ്പൊടി പഞ്ചസാരയും കലക്കി ആ ഒരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ. വേണ്ട വേണ്ട പറഞ്ഞിട്ട് അവൾ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളപ്പം ഇനി എവിടേക്കും പോവരുത്.